നിങ്ങളെല്ലാവരും കിൻഡർ ജോയിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? സാധാരണ ഒരു കിൻഡർ ജോയ് നിങ്ങളുടെ കൈ കിട്ടിയാൽ എന്താ ചെയ്യുക? അതിൻ്റെ ചോക്ലേറ്റ് കഴിക്കും, പിന്നെ അതിൽ ടോയ് എടുക്കും, പിന്നെ ഈ ഒരു കാണുന്ന സാധനം വലിച്ചെറിയും അല്ലേ? എന്നാൽ ഇനി കിൻഡർ ജോയ് കൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിച്ചെറിയാൻ വരട്ടെ. ഇതുകൊണ്ട് നമുക്കൊരു കിഡിലും പൗച്ച് ഉണ്ടാക്കാം. ഇനി ഇതിപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. ഈ പൗച്ച് ഉണ്ടാക്കാനുള്ള എൻ്റെ ആവേശം കൊണ്ടാന്ന് തോന്നുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റും. ഇതിൽ ആദ്യത്തെ മണ്ടത്തരം നിങ്ങളിതപ്പോൾ കാണാൻ പോകുന്നേ ഉള്ളൂ. വലിയ കാര്യത്തിൽ സിബെല്ലാം ഒട്ടിച്ചിട്ട് അത് അടച്ചു നോക്കിയപ്പോൾ ദാണ്ടെ കിടക്കുന്ന ഈ ഒരു സാമാനം അത് കട്ട് ചെയ്യാൻ മറന്നു. ഇതാണ് ആവേശം കൂടി കഴിഞ്ഞാൽ പറ്റുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇതെല്ലാം ഒന്നും കൂടെ അഴിച്ച് പെറുക്കി ഈ കാണുന്ന സാമാനം കട്ട് ചെയ്ത് പിന്നെ ഒന്നും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സിബ് എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എൻ്റെ കുഞ്ഞിലെ ഉടുപ്പില്ലേ, അതിന്റെ ബാക്ക് സൈഡിൽ കാണില്ല ഒരു സിബ്, അത് അഴിച്ചു പെറുക്കിയതാണ് ഈ ഒരു സിബ്. അല്ലെങ്കിലും ക്രാഫ്റ്റിന്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ വീട്ടിലെ പല പല സാധനങ്ങളും കാണുന്നില്ല എന്നാണ് അമ്മയ്ക്കൊരു പരാതി. ഈ കാണുന്നതാണ് എന്റെ അടുത്ത മണ്ടത്തരം. ആ മണ്ടത്തരം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ കിൻഡർ ജോയിന്റെ മേലെ കൂടെ പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നിക്കത്തില്ലടോ. പിന്നെ അതിന്റെ മേലെ കൂടെ മാസ്കിംഗ് ടേപ്പ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് പിന്നെ പെയിന്റ് അടിച്ചപ്പോഴാണ് സെറ്റായി. ഇനി ഇതിന് ലീഫൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഒന്ന് സ്ട്രോബെറിന്റെ തീമിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾ ഇതിന് 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് കമന്റിൽ പറയാൻ മറക്കണം. ഈ ഒരു പൗച്ചിൽ കുഞ്ഞു കുഞ്ഞു എന്ത് സാധനങ്ങളും നമുക്ക് ഇട്ട് വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.